നമസ്കാരം. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ ശ്രീ രാധേ രാധേ. 2025 ഒക്ടോബർ മാസം 6-ാം തീയതി തിങ്കളാഴ്ച, അശ്വിൻ മാസത്തിലെ പൂർണിമയാണ് ശരത് പൂർണിമ. ഇത് കൊജാഗരി പൂർണിമയെന്നും രാസ പൂർണിമയെന്നും അറിയപ്പെടുന്നു. ഈ പൗർണമി രാവിൽ ലക്ഷ്മി ദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അനുഗ്രഹങ്ങൾ നൽകുമെന്നും ചന്ദ്രൻ അതിന്റെ 16 കലകളാലും നിറഞ്ഞിരിക്കുന്നുവെന്നും ചന്ദ്രനിൽ നിന്ന് അമൃത് വർഷിക്കുമെന്നുമാണ് വിശ്വാസം. ഈ 16 കലകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യരുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 16 കലകളുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നാണ് അർത്ഥം. 16 കലകളോടുകൂടി ഭൂമിയിൽ ജനിച്ച ഒരേ ഒരു മനുഷ്യനേ ഉള്ളു. അത് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ശ്രീരാമചന്ദ്രൻ പോലും 14 കലകളോടുകൂടി മാത്രമാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 16 കലകളോട് കൂടിയിരിക്കുന്ന ചന്ദ്രനായതുകൊണ്ടും അന്നത്തെ ദിവസം ചന്ദ്രനിൽ നിന്നും അമൃത് പൊഴിയുമെന്നുമാണ് വിശ്വാസം. അതിനാൽ രാത്രിയിൽ തുറന്ന ആകാശത്തിന്റെ കീഴിൽ പാൽപായസം അഥവാ ഖീർ നിറച്ച് പാത്രം വയ്ക്കുക പതിവുണ്ട്. രാത്രി 7 മണിയോടെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ആ സമയത്ത് ചന്ദ്രകിരണങ്ങൾ പൂർണ്ണമായും ഭൂമിയിലേക്ക് പതിക്കുന്നതാണ്. അപ്പോൾ പാൽപായസം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എപ്പോഴും പാൽപായസം ഒരു മൺപാത്രത്തിലോ അതല്ലെങ്കിൽ ഒരു കണ്ണാടി പാത്രത്തിലോ അതുമല്ലെങ്കിൽ സിൽവർ പാത്രത്തിൽ വയ്ക്കുന്നത് ഉത്തമമാണ്. കാരണം സിൽവർ ചന്ദ്രന്റെ ലോഹം കൂടിയാണ്. മറ്റു ലോഹപാത്രങ്ങളിൽ ഒന്നും തന്നെ പാൽപായസം വെക്കാൻ പാടുള്ളതല്ല. സ്റ്റീൽ പാത്രം ഒരിക്കലും ഉപയോഗിക്കരുത്. എന്തുകൊണ്ടാണ് പാൽപായസം തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, പാൽപായസത്തിൽ ചേർത്തിരിക്കുന്ന 3 ചേരുവകകളും, അതായത് പ്രധാനപ്പെട്ട 3 ചേരുവകകളും പാൽ, പച്ചരി, പഞ്ചസാര, ഇതെല്ലാം ചന്ദ്രനുമായി റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളാണ്. ഇനി ഇങ്ങനെ ചന്ദ്രകിരണങ്ങളേറ്റ് പാൽപായസം കുടിക്കുന്നത് വഴി നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥാനം ബലപ്പെടുത്താൻ സാധിക്കും. ചന്ദ്രന്റെ സ്ഥാനം നല്ലതാണെങ്കിൽ നമുക്ക് സന്തോഷം, സമാധാനം, മാനസികമായ ഒരു ഊർജ്ജസ്വലത എന്നിവയൊക്കെ ലഭിക്കുന്നു. കാരണം ചന്ദ്രൻ മനോകാരകനാണ്, അല്ലേ? അതായത് മനസ്സിന് സന്തോഷവും അതുപോലെ ടെൻഷനും നൽകുന്നത് ചന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചന്ദ്രകിരണങ്ങൾ ഏറ്റ ആ പാൽപായസം കഴിക്കുന്നത് വഴി നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജസ്വലത ലഭിക്കുന്നതാണ്. വീടിന് പുറത്തു നിന്ന് ചന്ദ്രപൊങ്കലും പാൽപായസവും ഉണ്ടാക്കാൻ സാധിക്കാത്തവർക്ക് വീടിനകത്ത് വെച്ചും പാൽപായസം ഉണ്ടാക്കി പുറത്തു കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ്. രാത്രിയിൽ മുഴുവൻ പുറത്തു വെക്കാൻ പറ്റുന്നവർ മാത്രം വയ്ക്കുക. അത് സാധിക്കാത്തവർ അതായത് രാത്രിയിൽ മറ്റ് ജീവികൾ വന്ന് അത് കേടാക്കാൻ സാധ്യതയുള്ളവർ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം മാത്രം പുറത്തു വെച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുക. അതില് പൊടിയോ അഴുക്കോ ഒന്നും വീഴാതിരിക്കാനായിട്ട് ഒരു അരിപ്പ കൊണ്ടോ അതല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തുണി കൊണ്ടോ മൂടി വയ്ക്കേണ്ടതാണ്. അതുകൂടാതെ പിറ്റേന്ന് സൂര്യോദയത്തിന് മുന്നേ തന്നെ ആ പാൽപായസം അവിടുന്ന് എടുത്ത് മാറ്റുകയും അത് നമ്മൾ വെറും വയറ്റിൽ സേവിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. പുറത്ത് വയ്ക്കാൻ സാധിക്കാത്തവർ വീടിനകത്ത് തന്നെ വയ്ക്കാവുന്നതാണ്. അകത്ത് ചന്ദ്രന്റെ കിരണം പതിക്കുന്നുണ്ടെങ്കിൽ, ജനലിന്റെ സമീപത്തൊക്കെ പതിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഈ രീതിയിൽ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് രാവിലെ വെറും വയറ്റില് പായസം സേവിക്കുന്നതും ഒരു ദിവസം മുഴുവനും ചന്ദ്രകിരണങ്ങൾ ഏൽക്കത്തക്ക രീതിയിൽ പാൽപായസം വെച്ചിട്ട് കഴിക്കുന്നത് ഉത്തമമാണ്. ഒരിക്കലും ആ പാൽപായസം കേടാകുന്നതല്ല. ഒരു തേൻ കുടിക്കുന്നത് പോലെ അത്ര രുചികരമായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇത് ആദ്യമായി കേൾക്കുകയാണെങ്കിൽ പാൽപായസം തയ്യാറാക്കി ചന്ദ്ര ഭഗവാന് സമർപ്പിച്ചിട്ട് എല്ലാവരും കഴിക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.
അത് മാത്രമല്ല, ഇനേ ദിവസം ചന്ദ്രനെ നോക്കിയാൽ ചന്ദ്രമണ്ഡലത്തിൽ രാധാദേവിയെയും കണ്ണനെയും കാണാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. രാധാകൃഷ്ണന്മാർ ഗോപികമാരോടൊത്ത് രാസലീല ആടുന്നുണ്ട് എന്നാണ് വിശ്വാസം. വളരെ വളരെ പ്രാധാന്യമുള്ള പൗർണമിയാണിത്. എല്ലാ പൗർണമി നാളിലും നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്, അല്ലെ? എന്നാലും ഈ പൗർണമിക്ക് നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ കൊജാവരി ലക്ഷ്മി പൂജ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ദിവസം ലക്ഷ്മി ദേവി ഭക്തരുടെ വീടുകൾ സന്ദർശിക്കുന്നു. കൊജാഗിര, ആരെങ്കിലും ഉണർന്നിരിപ്പുണ്ടോ എന്ന ചോദ്യം ദേവി ചോദിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ രാത്രിയിൽ ഉണർന്നിരുന്നു ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ഭക്തർക്ക് ഐശ്വര്യവും സമ്പത്തും നൽകുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ രാത്രി സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും രാത്രിയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ശരത് പൂർണിമ വേളയിൽ വീടുകൾ വൃത്തിയാക്കി ലക്ഷ്മി ദേവിയെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്, അതിശ്രേഷ്ഠമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ശരത് പൂർണിമ. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും രാധാകൃഷ്ണന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റും ഷെയർ ചെയ്യാനും മറക്കരുതേ. തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഇനി ശരത് പൂർണിമ വ്രതം അനുഷ്ഠിക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അന്നേ ദിവസം സസ്യാഹാരം മാത്രം ഭക്ഷിക്കുക. സന്ധ്യയ്ക്ക് മുമ്പേ കുളി കഴിഞ്ഞ് മനസ്സിനെ ശാന്തമാക്കി ലക്ഷ്മി ദേവിയെ ആരാധിക്കുക. ചന്ദ്രോദയത്തിന് ശേഷം നെയ്വിളക്ക് തെളിച്ച് ലക്ഷ്മി ദേവിയെ ധാരാളം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. അമ്മയെ അങ്ങനെ അലങ്കരിക്കുമ്പോൾ അമ്മ വളരെ സന്തോഷവതിയാകും. ആ സന്തോഷമാണ് അമ്മയുടെ അനുഗ്രഹമായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത്. ശേഷം പാൽപായസം ഉണ്ടാക്കി ചന്ദ്രകിരണങ്ങൾ പതിക്കത്തക്ക രീതിയിൽ വെക്കുക. കൂടാതെ ചന്ദ്രന്റെ പ്രകാശം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ ചന്ദ്രകിരണങ്ങളിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ്. ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം ഒക്കെ ചൊല്ലാവുന്നതാണ്. കൂടാതെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം. ഭക്തർ രാത്രി മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് നൃത്തം ചെയ്ത വഴി ആ നൃത്തത്തിലൂടെ നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാസലീല പുനർനിർമ്മിക്കപ്പെടുന്നു. 2025 ശരത് പൗർണിമ ഒക്ടോബർ 6 ആരംഭിച്ചു ഒക്ടോബർ 7 അവസാനിക്കുന്നതാണ്. ഒക്ടോബർ 6 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:23 പൗർണമി തിഥി ആരംഭിക്കുകയും ഒക്ടോബർ 7 ചൊവ്വാഴ്ച രാവിലെ 9:16 അവസാനിക്കുകയും ചെയ്തു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.